ഞാനെങ്ങനെ പറയണ്ടതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ പറയാനുള്ളത് നിങ്ങളെ കേൾക്കുക. ഞാൻ എൻ്റെ കുട്ടികളെ ദർസിൽ വിട്ടതായിരുന്നില്ലേ, ആ ദർസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഒരാളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് ഞാൻ അവനെ കൗൺസിൽ ചെയ്തു. അപ്പോഴാണ് ഓരോ സത്യങ്ങൾ ഞാൻ അറിഞ്ഞത്. ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഉസ്താദിനോട് കംപ്ലൈൻറ്റ് ചെയ്തതാണ്. പക്ഷെ അതിനൊരു പ്രതികരണം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ രണ്ട് മക്കളെയും എൻ്റെ അനിയൻ്റെ കുട്ടീനെയും ഞാൻ അവിടുന്ന് ഒഴിവാക്കി കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. എന്താപ്പം ഞാൻ ചെയ്യേണ്ടത്? ആ ഒരു ഉസ്താദുണ്ട്, ഒരു സെമീർ അലി ഉസ്താദ് തങ്ങൾ പറഞ്ഞിട്ട് എനിക്കത്ര അറിയുള്ളൂ. ആ ഉസ്താദ് കുട്ടിക്ക് എന്തൊക്കെയാണ് ചെയ്യണം, എന്തൊക്കെയാണ് കൊടുക്കണമെന്ന് എനിക്കറിയണില്ല. കാരണം എൻ്റെ മൂത്ത കുട്ടിക്ക് കൊടുത്തിക്കണേ. കാരണം ഞാൻ അതൊക്കെ കണ്ട് മനസ്സിലാക്കിയ എല്ലാവരും അറിഞ്ഞ പ്രശ്നങ്ങളാണ് അതൊക്കെ. പക്ഷെ ഉസ്താദ് അത് പ്രതികരിച്ചിട്ടില്ല. അവിടെ കൂടെ വേറൊരു ചെറുക്കനുണ്ട്, ആ കുട്ടിക്കും ഇതേപോലത്തെ പ്രശ്നങ്ങൾ നല്ലോണം, ആ കുട്ടിക്ക് നല്ലോണം കിട്ടുന്നുണ്ട് ആ തങ്ങളെടുത്ത്. അപ്പോൾ ആ തങ്ങളെ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലാതെ ഇപ്പം ശരിയാവൂല. നമ്മളമ്മ മക്കളെ എന്ത് വിശ്വസിച്ചിട്ടാണ് പഠിക്കാൻ വിടുന്നത്? ഞാൻ ഒരുപാട് സങ്കടത്തോടെയാണ് അത് കേട്ടതും ഒക്കെ. ഞാൻ ആകെ തരിച്ചു പോയൊരു സംഭവമാണത്. കാരണം എല്ലാം എനിക്ക് പറയാൻ പറ്റണില്ല. അതൊക്കെ കേൾക്കുമ്പോൾ ഊഹിക്കാവുന്നേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. മാക്സിമം ഞാൻ പറഞ്ഞത് ഒന്ന് കേട്ടിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കുക. കാരണം അവിടെ ഒരു പള്ളിയാണ്, ഒരു മഹല്ലാണ്, നമുക്ക് ഒരുപാട് വിഷയങ്ങളുള്ളതാണ്. അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. ഇല്ലെങ്കിലൊക്കെ വലിയ പ്രശ്നം. നമ്മളങ്ങ് മക്കളെ എന്ത് വിചാരിച്ചിട്ട് നമ്മളങ്ങോട്ട് വിടുന്നത്? അപ്പോൾ ആ തങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനം. ഞാൻ ഇപ്പം എൻ്റെ കുട്ടീൻ്റെയും പറഞ്ഞില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ചെറിയ ആളതിലും എൻ്റെ അനിയൻ്റെ കുട്ടിയിലും എനിക്കൊരു വിശ്വാസമില്ല. കാരണം എനിക്ക് പേടിയാണ് നിർത്താൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓരോ അവിടെ നിന്ന് ഒഴിവാക്കാന്നുള്ള തീരുമാനത്തിൽ എത്തിക്കണത്. അതെ, അമീർ സാഹിബ് പറഞ്ഞ വളരെ കൃത്യമാണ്. പാണക്കാട്ട് ഏതോ സമീർ ഏതോ തങ്ങള് നല്ല സുന്നിസം ഉണ്ടാക്കി എന്നാണ് കേൾക്കുന്നത്. ശരിയാണ് അമീർ സാഹിബ്, വളരെ ഉഷാറാണ്. നിങ്ങൾ ഒരു നല്ല അനൗൺസ്മെന്റ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ സമീർ പാണക്കാട് തങ്ങളെ വിളിച്ചാൽ മതി. ചെന്നിത്തലിനോട് പെട്ടെന്ന് തൂഫാൻ കമ്മിറ്റിനോട് പാണക്കാട്ടേക്കൊന്ന് വണ്ടി കയറാൻ പറയും. അവിടെ എന്തൊക്കെ കഞ്ചാവൊക്കെ അടിക്കണെന്ന് കേൾക്കണ്. ഇങ്ങനെ പോയാൽ കോലായില് കഞ്ചാവ് ചെടി ഉണ്ടാകുമോ എന്നും കൂടി നോക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ആളുകൾ കനത്തമായി വരും. നിങ്ങൾ പറഞ്ഞു വളരെ കൃത്യമാണ്, വളരെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓയിൽ ചേഞ്ച് നടത്തുന്നു, വളരെ കൃത്യമാണ്. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ദശദ്വീപ് എന്നൊരു പെണ്ണ് ദശദ്വീപിലെ ഗ്രൂപ്പിൽ വന്നാണ്ട് പെറുകുന്നു, കേസ് കൊടുക്കാൻ പോകുന്നു, കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞ് വല്യമ്പരാൻ വിളിക്കുന്നു. എന്തൊക്കെ കാണണം നമ്മളൊക്കെ. വല്ലാത്തൊരു ജാതു. എന്നുവെച്ചാ അവിടെ ഓയിൽ ചേഞ്ച് മാത്രല്ലല്ലോ നടക്കണേ, കഞ്ചാവ് ചാ നടക്കുന്നുണ്ട് എന്നാ കേൾക്കണേ. കഞ്ചാവ് ചാ. അപ്പൊ ഈ ഷമീർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് പള്ളിയിലെ മുദരിസുമാരിൽപ്പെട്ട ആളാണ്, അത് മനസ്സിലാണ് അല്ലേ? അയാളെ നാടൻ്റെ അല്ലാതെ മൂപ്പര് നമ്മൾ ദാറുസലാമിൽ പഠിക്കുന്ന സമയത്ത് ഹൈത്തമി ആദ്യ ബാച്ചിൽ മൂപ്പരുണ്ടായിരുന്നു. ഏതായിരുന്നാലും തങ്ങളായാലും അത്ര വലിയ മഹാനായാലും സമസ്തക്കെതിരെ കളിച്ചവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെല്ലാം മുമ്പ് സത്താർ പന്തല്ലൂരിനെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് ഒരു കത്ത് കൊടുത്ത ആളൊക്കെ. നമുക്കത് പറഞ്ഞു നടക്കണം എന്ന് ബോധ്യണ്ടായിട്ടൊന്നല്ല. സകല വാട്സപ്പ് ഗ്രൂപ്പിലും സാധാരണ ഗ്രൂപ്പിൽ പോലും ഇതാണ് കേൾക്കണേ. നമ്മളിത് ഈ ഗ്രൂപ്പിൽ മാത്രമല്ല, സകലോട്ടും ഇത്. അത് മാത്രമല്ല, വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാണ്ട് ആ പെണ്ണ് പറയുന്നതൊക്കെ എല്ലായിടത്തും ഉണ്ട്.